വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പീച്ചങ്ങ ചട്നിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയ സാധനങ്ങളാണ് പീച്ചങ്ങ ഒരെണ്ണം എടുത്തു, അത് വലിപ്പം ഒരു തണ്ട് കറിവേപ്പില, 4-5 മുളക്, അത് ഓരോരുത്തരുടെ അവരവരുടെ ആവശ്യത്തിന്, 1 ടേബിൾ സ്പൂൺ ഉഴുന്നലക, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, ഓയിൽ ഏതെങ്കിലും, അത് 2 ടേബിൾ സ്പൂണാണ് വേണ്ടിയത്. പിന്നെ കുറച്ചാലും തെറ്റില്ല. മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും സാധനം മതി. നമ്മളൊരു ചീനച്ചട്ടി അടുപ്പേ വെച്ചു. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കണം. ഏതെണ്ണയാലും കുഴപ്പമില്ല. 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മൂത്ത് തുടങ്ങി. അപ്പം നമുക്കിനി മുളകിടാം. ഒരു 4-5 ചില്ലി, കാശ്മീരി ചില്ലി ആയിട്ടിരിക്കുന്നത്. അത് എരിയുടെ ആവശ്യത്തിന് ഇട്ടണം. ഇനി നമ്മൾ ഈ പീച്ചങ്ങ ഇതേമാതിരി അരിഞ്ഞത് നന്നായിട്ട് വഴക്കണം. തേങ്ങ വേണമെന്നില്ല, തേങ്ങ ഇട്ടാലും നല്ലതാണ്. ഞാൻ 1 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ടു. ഇതിൻ്റെ കൂടെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇടണം. ഉപ്പ് അവരവരുടെ ആവശ്യത്തിന് ഇടണം. ഈ പുളി അരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഒരു ചെറിയ ചെറുനാരങ്ങ, അല്ലെ ഒരു നെല്ലിക്ക വലിപ്പം പുളി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് വഴറ്റണം. ഞാൻ പുളിസത്തായതുകൊണ്ട് 1 ടീസ്പൂൺ പുളിയായിരുന്നത്, പുളിസത്താകുന്നത്. നമ്മൾ ഇതിൻ്റെ കൂടെ കറിവേപ്പില, 1 തണ്ട് കറിവേപ്പില ഇട്ട് നന്നായിട്ട് വഴഞ്ഞു. ഇനി നമ്മളിത് തണുക്കുമ്പോൾ മിക്സിയിൽ അരച്ചെടുക്കണം. നമ്മളുടെ ചട്നി റെഡിയായി. ഇനി ഇത് കടുക് വറക്കണം എന്നൊന്നുമില്ല. വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ കടുക് വറക്കാം. ഞാൻ കടുക് വറക്കാറില്ല. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.